ഒരിടവേളയ്ക്ക് ശേഷം രാജ്യത്ത് വീണ്ടും കോവിഡ് കേസുകൾ കൂടുകയാണ്. ഇതേ തുടർന്ന് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു ആരോഗ്യവകുപ്പ്. ജലദോഷം, ചുമ, തൊണ്ടവേദന തുടങ്ങിയ രോഗലക്ഷണങ്ങളുള്ളവർ നിർബന്ധമായി മാസ്ക് ധരിക്കണം. പ്രായമായവരും ഗർഭിണികളും ഗുരുതര രോഗമുള്ളവരും പൊതുയിടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കുന്നതാണ് നല്ലത്. രോഗലക്ഷണമുള്ളവർക്ക് കോവിഡ് പരിശോധന നടത്താനും നിർദ്ദേശം നൽകുന്നുണ്ട്. സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്നു. സംസ്ഥാനത്തെ പൊതു സാഹചര്യം യോഗം വിലയിരുത്തി. വൈറസിന് വകഭേദം വന്നിട്ടുണ്ടോ എന്നറിയാനുള്ള സാമ്പിൾ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. രാജ്യത്ത് നിലവിൽ ഏറ്റവും അധികം കോവിഡ് ബാധിതർ കേരളത്തിലാണെന്നാണ് കണക്ക്. 430 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് രോഗബാധിതർ ഏറെയുള്ളത്. എത്ര വേഗത്തിൽ എവിടേക്കൊക്കെ വൈറസ് വർദ്ധിക്കുന്നുവെന്ന് കേന്ദ്രം നിരീക്ഷിക്കുന്നു. സ്വാഭാവിക പ്രതിരോധശേഷിയും വാക്സിനിലൂടെ പ്രതിരോധശേഷിയും പുതിയ വൈറസ് മറികടക്കുന്നുണ്ടോ എന്നും പരിശോധിച്ചു വരുന്നു. നിലവിൽ ഗുരുതരമാകുന്ന കേസുകൾ കുറവെന്നാണ് കണ്ടെത്തൽ. എല്ലാ കേസുകളിലും ജനിതക ശ്രേണി പരിശോധന നടത്തുന്നുണ്ട്. LF7, XFG, JN1 വകഭേദങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.